എൻ്റെ പേര് മുഹമ്മദ് ഫാരിസ്. ഇവിടെ ഗ്രേസ്വാരി കോളേജിലാണ് പഠിക്കണേ. BCom ആണ്, പ്ലസ് 1 ആണ്. എനിക്ക് ചോദിക്കാനുള്ളത് ഒരു വിദ്യാർത്ഥി എന്ന നിലയിലാണ്. ഇപ്പം ഈ സർക്കാർ വന്നതിന് ശേഷം ഒരുപാട് പുതിയ സംരംഭകത്വ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഞാനൊരു വിദ്യാർത്ഥിയാണ്, അതോട് ചോദിക്കണം, ഇപ്പോൾ വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു സംരംഭകത്വം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മുടെ സർക്കാരിന് ചെയ്യാൻ പറ്റുക, എന്താ ചെയ്തിട്ടുള്ളത്? വിദ്യാർത്ഥികളുടെ ഇടയിൽ സംരംഭത്വം കൊണ്ടുവരാൻ വേണ്ടി പഠിക്കുന്ന സമയത്ത് തന്നെ ഓരോ വിദ്യാർത്ഥിക്കും ഏത് രംഗത്തേക്ക് പോവാനാണ് അവരുടെ ഒരു വാസന എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുള്ള അവർക്ക് ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ അതിനു വേണ്ടിയുള്ള അവരുടെ കഴിവ് വർദ്ധിപ്പിക്കാനുള്ള ഒരു പദ്ധതി, സ്കിൽ ഡെവലപ്മെൻറ്റ് വലിയ പദ്ധതിയാക്കി ഗവൺമെൻറ് എടുത്തിരിക്കുകയാണ്. ഞാൻ ഒരു ഇലക്ഷൻ പ്രോമിസും നടത്തൂല, നാളെ ചെയ്യാൻ പോകുന്ന കാര്യവും പറയില്ല, അത് നിയമവിരുദ്ധമായതുകൊണ്ട് ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയൂ. കേരള ഗവൺമെൻറ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും സ്കിൽ ഡെവലപ്മെൻറ്റ് വലിയൊരു സംഭവമായി എടുത്തിരിക്കുകയാണ്. ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് ഒരുപാട് എടുത്തിട്ടുണ്ട്. കാരണം ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് ഒരുപാട് ചെറുപ്പക്കാരുടെ കഴിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള സ്കിൽ ഡെവലപ്മെൻറ്റിന് പരിപാടി കൊടുത്തിരിക്കുകയാണ്. സ്കിൽ ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നു. ഇപ്പം പഠിക്കുന്ന കോളേജിൽ തന്നെ അതത് കോളേജുകൾ ഇപ്പം പഠിക്കുന്ന വിഷയത്തോടൊപ്പം ഒരു തൊഴിൽ, അവർക്ക് വാസനയുള്ള ഒരു തൊഴിൽ അവരെ പഠിപ്പിക്കാനുള്ള ഒരു പ്രോഗ്രാം ആവിഷ്കരിച്ചിരിക്കുന്നു. അതിൻ്റെ കൂടെ എന്താ വെച്ച് കഴിഞ്ഞാൽ പഠിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് ഒരു തൊഴിൽ സംബന്ധിച്ച് അവർക്ക് പഠിക്കാം. നരേന്ദ്രമോദി അധികാരത്തിലേറാൻ നിൽക്കുകയാണ് എന്നവർ വിശ്വസിക്കുന്നുണ്ട്. എങ്ങനെ നമുക്ക് അതിനെ പ്രതിരോധിക്കാൻ കഴിയും? അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയും നമുക്ക് മനസ്സിലാക്കാൻ ഒരു പുറത്തു പറയുന്നില്ല ഒരു വർഗീയവാദിയാണെന്ന്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാം, ഇന്ത്യ ഒരു മതേതരത്വ രാഷ്ട്രമാണ്. ഈ മതേതരത്വ രാഷ്ട്രത്തിന് കോട്ടം പറ്റാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അല്ലാതെ സംസാരത്തിലൊക്കെ വിഭാഗീയത വെച്ച് ആണ് ഇപ്പോഴും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു വിഭാഗീയത ഇങ്ങനെ വെച്ച് സംസാരിക്കുക. ഇന്നും അദ്ദേഹത്തിന്റെ കേരളത്തിൽ നിന്നോ നിലയുള്ള പ്രസംഗം കണ്ടപ്പോൾ എനിക്കത് തോന്നി. നരേന്ദ്ര മോഡിയുടെ രാഷ്ട്രീയത്തെ അംഗീകരിക്കാതിരിക്കുന്നത് ഈ പറഞ്ഞത് ശരിയാണ്. അത് യുവാക്കൾ മനസ്സിലാക്കണം. ആ ഹേറ്റ്രഡ് രാഷ്ട്രീയം നമുക്ക് വേണ്ട. നമുക്ക് ഈ രാജ്യത്ത് പല ജാതിക്കാർ, മതക്കാർ, നിറക്കാർ, അതുപോലെ തന്നെ ഭാഷക്കാർ, സംസ്കാരക്കാരാണ്. അവരെല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു കരം മതി. അത് ഗാന്ധിജിയുടെ സംസ്കാരമാണ്, നമുക്ക് അത് മതി എന്നാണ് ഞാൻ പറഞ്ഞത്.